അപ്പോൾ സംസ്ഥാനത്ത് കാര്യമായ മഴക്കാലം തുടങ്ങുകയാണ്. കാലവർഷം നാളെ എത്തും. സ്കൂളുകളും ഇന്ന് സജീവമായി തന്നെ കേന്ദ്രീയ വിദ്യാലയം അടക്കം എല്ലാ സ്കൂളുകളും ഇന്ന് തുറക്കുമെന്നുള്ള വിവരം കൂടിയുണ്ട്. അങ്ങനെ സജീവമായ ഒരു വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്. ഏതായാലും മഴയ്ക്കായി കരുതാം ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. പടിഞ്ഞാറൻ കാറ്റിന് ശക്തി പ്രാപിച്ചു. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ ഇന്നും തുടരും. മുഖ്യമന്ത്രിയുടെ മറുപടി നാളെ. CBSE പരീക്ഷാ വീഴ്ച ഉൾപ്പെടെ സഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് അധികാരമേൽക്കും. DKയ്ക്കൊപ്പം 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങ് വൈകിട്ട് 4:15 യതീന്ദ്രയ്ക്ക് പ്രധാന വകുപ്പുകൾ ഒന്ന് ഉറപ്പാക്കി സിദ്ധരാമയ്യ. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് ആലപ്പുഴ സെഷൻസ് കോടതി. അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നും ജാമ്യം നൽകരുതെന്നും SIT. പയ്യന്നൂർ പിലാത്തറയിൽ കാറിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ അടിമുടി ദുരൂഹത. 25 ഗ്രാം സ്വർണം കവർന്നുവെന്ന മൊഴി വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. പരാതിക്കാരനായ മഹാരാഷ്ട്ര സ്വദേശിയുടെ പശ്ചാത്തലവും അന്വേഷണ പരിധിയിൽ. കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും വീണ്ടും ഇറാന്റെ ആക്രമണം. ജനവാസ മേഖലകളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും പായിച്ചു. ഇറാനിലെ ഖേഷം ദ്വീപ് ആക്രമിച്ച US. സമാധാന ചർച്ചകൾ സ്തംഭിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളി ട്രംപ്. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കാലവർഷം എത്തുകയാണ്. എൽനിനോ പ്രതിഭാസമൊക്കെ ഇത്തവണത്തെ കാലവർഷത്തിന്റെ ശക്തി കുറയ്ക്കും എന്ന മുന്നറിയിപ്പുകൾക്കിടെയാണ് കാലവർഷം എത്തുന്നത്. ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ പ്രവചിച്ചിട്ടുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഴയുണ്ട്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ട്. മഴക്കെടുതികളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കാലവർഷത്തിൻ്റെ ഒരു പ്രവചനം എന്താണ്? ശക്തമായി തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തന്നെ കാര്യമായ മഴ ലഭിക്കുമെന്നാണോ? രഞ്ജിത്ത്, പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. കാലവർഷം നാളെ കേരളത്തിൽ എത്തുമെന്നാണ് പ്രവചനം. ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തുള്ളത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. ഇതിനു പുറമെ മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഏതായാലും ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇതിനൊപ്പം തന്നെ ഇടിമിന്നലിനും കാറ്റിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നാളെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതായത് തെക്കൻ കേരളം മുതൽ മധ്യ കേരളം വരെ നാളെ ശക്തമായ മഴ തുടരും. പക്ഷേ സംസ്ഥാനത്ത് അതീവ്ര മഴ തുടരും. പക്ഷേ സംസ്ഥാനത്ത് ശക്തമായ മറ്റ് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന മേഖലയിൽ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും തീരപ്രദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴ തുടരുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇവർ അധികൃതരെ അറിയിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. മറ്റ് ഡാമുകളിലെയും വെള്ളം പുറത്തേക്ക് ഒഴുക്കും. മാത്രമല്ല ജൂൺ 5-ന് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപകമായ ശക്തമായ മഴയ്ക്കാണ് ജൂൺ 5-നും സാധ്യത. തുടർച്ചയായി മഴ കിട്ടുന്ന മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തുമെന്നാണ് അറിയിപ്പുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ നാളെ മുതൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.
ഓറഞ്ച് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇതിനകം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പല ഭാഗങ്ങളിലുമുണ്ട്. നാളെ മുതൽ അത് കുറച്ചുകൂടി കടുക്കും. സംസ്ഥാന വ്യാപകമായി കാര്യമായ മഴ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മഴ മുന്നറിയിപ്പുകളുണ്ട്. സ്കൂളുകൾ തുറന്ന ഒരു കാലഘട്ടമാണ്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കിനിയിപ്പോൾ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് പൊതുവെ സംസ്ഥാനം. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ഡ്രോൺ ആക്രമണവുമായി ഇറാൻ. പകരം ഇറാനിലെ ഖേഷം ദ്വീപ് US ആക്രമിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ നിരവധി മിസൈലുകളും ഡ്രോണുകളും US തകർത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ സ്തംഭിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ഇതിനിടയിൽ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. US-ൽ ഇസ്രായേൽ ലെബനൻ നയതന്ത്ര ചർച്ചകൾ അവസാനിച്ചു. അടുത്ത റൗണ്ട് ചർച്ച നാളെ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജയ് സുധ ബിജു, അതിനു മുൻപ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. കുവൈറ്റിനെ ലക്ഷ്യമാക്കി വരുന്ന നിരവധി ഡ്രോണുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഡ്രോണുകൾ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അമേരിക്കയുടെ ബേസ് ക്യാമ്പുകളുള്ള സ്ഥലമാണ്, സൈനിക താവളമൊക്കെയുള്ള സ്ഥലമാണ് കുവൈറ്റ്, നമുക്കറിയാം. ആ മേഖലകളിലേക്കാണ് ഇറാന്റെ ഡ്രോണുകൾ തുടർച്ചയായി മൂളിപ്പറന്നെത്തുന്നത്. ഈ ഡ്രോണുകളെ തകർക്കുകയാണ് അമേരിക്കൻ മിസൈലുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാശനഷ്ടങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോഴും ഭീതി വീണ്ടും പുനരാരംഭിക്കുന്നു എന്ന് വേണം കരുതാൻ. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, അമേരിക്കയുടെ ആക്രമണം ഖേഷം ദ്വീപിലേക്കായിരുന്നു. അത് തന്ത്രപ്രധാനമായ ഇറാനിലെ ഒരു പ്രദേശമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ തുടർച്ചയായുള്ള ആക്രമണം ഗൾഫ് മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും കുവൈറ്റിലേക്ക് മറ്റും ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം പരസ്പര ആക്രമണങ്ങൾ എന്നുള്ളതല്ലേ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾ അവസാനിച്ചിട്ടില്ല, അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം ചില ന്യൂസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ സ്തംഭിച്ചു എന്നുള്ള തരത്തിലാണ്. അതിപ്പോൾ US മാധ്യമങ്ങളാണെങ്കിലും ഇറാനിയൻ മാധ്യമങ്ങളാണെങ്കിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത്. മാത്രമല്ല, ഇറാനിയൻ ഭരണാധികാരികൾ ഈ ലെബനൻ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് US-ഉമായിട്ടുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്നാണ് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവരുമായി സംസാരിക്കുന്നുണ്ട്. ഇറാന് താനിപ്പോൾ കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് എത്രയും വേഗം ഒരു കരാറിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ ഇതേ കാരണം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത് സാധിക്കില്ല. എത്രയും വേഗം കരാറിൽ എത്തിച്ചേരണമെന്ന് ഇറാനോട് കർശനമായി പറഞ്ഞതായിട്ടാണ് ട്രംപ് പറയുന്നത്. എല്ലാ റിപ്പോർട്ടുകളും ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ ട്രൂ സോഷ്യൽ പോസ്റ്റ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് പറയുമ്പോഴും ആക്രമണങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയോടെയാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അതും മിസൈലുകളും ഡ്രോണുകളും ഒന്നിച്ച് വർഷിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ബഹ്റൈനിലുള്ള US നേവി 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലേക്ക് 3 അതുപോലെ കുവൈറ്റിലേക്ക് 2 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. നിരവധി ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കുവൈറ്റിലേക്ക് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. ഈ ആക്രമണം നടന്നതിന് പിന്നാലെ അവിടെ നിരന്തരമായി സൈറനുകൾ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനവാസ മേഖലകൾക്ക് മുകളിലൂടെയാണ് ഈ ഡ്രോണുകൾ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കുവൈറ്റിലേക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടന്നിരുന്നു. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു ഈ ആക്രമണം നടന്നത്. അത് തീർച്ചയായിട്ടും പ്രവാസികളെ ഉൾപ്പെടെ ആശങ്കയിലാക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും നിലവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ജനവാസ മേഖലയിൽ ഒന്നും തന്നെ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും ആഭ്യന്തര മന്ത്രാലയം ഈ ഡ്രോണുകൾ ഇന്റർസെപ്റ്റ്
ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. US-ഉം ഈ ഡ്രോണുകളും മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ US-ന്റെയും സഹായമുണ്ടായിരുന്നു. ഈ ഇറാൻ ഈ ഗൾഫ് മേഖലയിൽ നടത്തിയ ഈ ആക്രമണത്തിന്റെ പ്രത്യാക്രമണമായിട്ടാണ് ഖേഷം ദ്വീപ് ആക്രമിച്ചതെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇതിപ്പോ ഈ വിഷയത്തിൽ പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അജയ്, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ ഇറാന്റെ പല മേഖലകളും അമേരിക്ക ആക്രമിച്ചിരുന്നു. തിരിച്ചുള്ള ആക്രമണവും സംഭവിക്കുന്നുണ്ട്. പ്രധാനമായും കുവൈറ്റിനെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് സംശയമില്ല. മറുഭാഗത്ത് ചില സമാധാന ചർച്ചകൾ ഇപ്പോൾ എന്താണ് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ചില ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടല്ലോ. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ചില അനുരഞ്ജനങ്ങൾ ട്രംപ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പൊതുവെ ഈ ചർച്ചകൾ ഒന്ന് മന്ദീഭവിച്ചു നിൽക്കുന്ന ഘട്ടം തന്നെയാണോ? നിരവധി നാളുകളായി ചർച്ചകളുടെ ചില സൂചനകൾ, ചർച്ചകളിൽ കരാറിന്റെ ചില സൂചനകൾ ഉണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായും ട്രംപിനെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തുന്നതല്ല എന്ന സൂചനകൾ കൂടി ഉണ്ടല്ലോ. അതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം ആക്രമണങ്ങൾ? രഞ്ജിത്ത്, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചർച്ചകൾ ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒന്നും ഓൺ ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ലെബനന്റെയും അതുപോലെ ഇസ്രായേലിൻ്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ നോക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത ഘട്ട ചർച്ചകൾ നിലവിൽ US-ൽ അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത റൗണ്ട് ചർച്ചകൾ നാളെ മുതലായിരിക്കും പുനരാരംഭിക്കുക. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്ന അതേ സമയം തന്നെ ലെബനന്റെ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുന്നത് അവിടെയുള്ള നടപടികൾ, സൈനിക നീക്കങ്ങൾ തങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, അത് ഇനിയും ശക്തമായി തുടരും എന്നുള്ളതാണ്. ഇത് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൊടുത്ത മുന്നറിയിപ്പിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അദ്ദേഹം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നേരിട്ട് സംസാരിച്ച് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ പ്രസിഡന്റിന്റെ വാക്കുകൾ അത് ഇപ്പോൾ ഒട്ടും തന്നെ വില കൊടുക്കാത്ത ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, ഹിസ്ബുള്ള നേതാക്കളുമായി സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഹിസ്ബുള്ളയും ആക്രമണം നിർത്താം എന്ന് സമ്മതിച്ചതായിട്ട് ട്രംപ് പറഞ്ഞിരുന്നു. ഇത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകളും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. ലെബനന്റെ ഭാഗത്തു നിന്നും ലെബനന്റെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ചില വിവരങ്ങൾ വന്നിരുന്നു. അതായത് ഹിസ്ബുള്ള ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ട് അവരുടെ നേതാക്കളും ഇപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും മേഖലയിൽ വളരെ ശക്തമായിട്ട് തന്നെ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് ഈ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മേഖലയിൽ ഏതാണ്ട് 8ഓളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തെക്കൻ ലെബനൻ മേഖലയിൽ നടന്നതാണ്. ഇപ്പോഴും അത് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും US-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ചർച്ചകൾ കൊണ്ട് പ്രത്യേകിച്ച് ഓൺ ഗ്രൗണ്ടിൽ ഒരു പ്രയോജനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സമാനം തന്നെയാണ് US-ന്റെയും ഇറാന്റെയും കാര്യം. ഇപ്പോഴും ഗൾഫ് മേഖലയിൽ വളരെ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ഈ സിവിലിയൻ വെസലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയതായിട്ടാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ പ്രത്യാക്രമണം എന്നോണമാണ് ഖേഷം ദ്വീപിലേക്ക് US ആക്രമണം നടത്തുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും സമാധാന ചർച്ചകൾ നിർത്തിയിട്ടില്ല എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാ ബിജുവാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്, ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും സഭയിൽ തുടരും. വിൻസെന്റ് അവതരിപ്പിച്ച പ്രമേയത്തിന്മേലാണ് ചർച്ച. CBSE പരീക്ഷ നടത്തിപ്പിലെ വീഴ്ച വിദ്യാർത്ഥികൾക്കുണ്ടാക്കിയ പ്രതിസന്ധി GR അനിൽ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നന്ദി പ്രമേയത്തിന് മേലുള്ള ചർച്ചയ്ക്ക് നാളെ മുഖ്യമന്ത്രി മറുപടി പറയും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം CPM തള്ളിയതോടെ CPI സംസ്ഥാന നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിൽ. മുന്നണിയിൽ ധാരണയാകും മുൻപേ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചത് തിരിച്ചടിയായി എന്ന അഭിപ്രായത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അത്തരമൊരു വികാരം ഒരു വിഭാഗം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ വിവാദത്തിൽ തലയൂരാമെന്നാണ് നേതൃത്വത്തിലെ ആലോചന. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന കൗൺസിൽ വിഷയം ചർച്ച ചെയ്യും എന്നാണ് വിവരം. KS യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിണറായി വിജയന്റെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ആലപ്പുഴ കോടതി പരിഗണിക്കുകയാണ്.
ഈ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് തടയണം എന്നാണ് പ്രതികളുടെ ആവശ്യം. കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നില്ല. അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം നൽകാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം തള്ളിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇന്നലെ നടന്നത് ക്രൈമാണ്, ക്രിമിനൽ കുറ്റമാണ് എന്ന് കോടതി കൃത്യമായി കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഹർജി കോടതിക്ക് മുന്നിൽ വരികയാണ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, 5 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്നലെ വാദികൾ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് വിശദമായ വാദം കേൾക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരുമിച്ച്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 5 പ്രതികളുടെയും ജാമ്യ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വിശദമായ വാദം കേൾക്കാമെന്നുള്ള തീരുമാനത്തിന്റെ പുറത്ത് ഇന്നേക്ക് മാറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുമായി ബന്ധപ്പെട്ട കേസ് വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്ത് നൽകിയിരുന്നു. അതായത് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഗൺമാൻമാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമതിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗൺമാൻമാർ ഒളിവിലാണെന്നുള്ള വിവരമാണ് SIT നൽകുന്നത്. ഈ കേസിൽ എന്തായാലും കോടതി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി വിശദമായ വാദം കേൾക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. 5 SIമാരും പ്രത്യേക സംഘത്തിലുണ്ട്. ദക്ഷിണ മേഖല റേഞ്ച് IG-യുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. എറണാകുളം കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 2 സ്ത്രീകളടക്കം 8 പേരായിരുന്നു പെൺകുട്ടികളെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേർ കഴിഞ്ഞ ദിവസം പിടിയിലായി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഒരു ഹോട്ടൽ ഉടമ, അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ്. ഇത് കേവലം ആ സമയത്തെ ഒരു പ്രകോപനമോ തർക്കത്തിൻ്റെയോ പുറത്തായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഈ അക്രമികൾക്കുണ്ടായിരുന്നോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഈ പാലക്കാട് സ്വദേശി അക്ബറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, നിരവധി കേസുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹോസ്റ്റൽ നടത്തിപ്പുമായിട്ടും അക്ബറിന്റെ മറ്റു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും 3 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. അത് ഈ അക്ബറിന്റെ കൂട്ടുകാർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അക്ബറിന്റെ ജീവനക്കാരൊക്കെ തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവരും വടക്കഞ്ചേരി സ്വദേശികളാണ്, പാലക്കാട്. അതിനുശേഷം ഈ അക്ബറിനെതിരെയുള്ള അന്വേഷണമാണ് പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. മാത്രമല്ല 8 അംഗ സംഘമാണ് ഈ പെൺകുട്ടികളെ ആക്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യം ഇങ്ങനെയാണ്. അതായത് ഈ 8 അംഗ സംഘം അവിടെ ഏത് സാഹചര്യത്തിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷിച്ചു വരുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ പുലർച്ചെ പാർട്ട് ടൈം ജോലി ചെയ്ത് പോന്നിരുന്ന പെൺകുട്ടികൾ പുലർച്ചെ റൂമിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടികൾ തമ്മിലുണ്ടായ തർക്കവും തുടർന്ന് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ആണുങ്ങൾ അവര് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ളതാണ്. അതാണ് തുടർന്ന് അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് വലിയ പ്രശ്നത്തിലേക്ക് കടന്നത്. ഇത് മൊബൈൽ ഫോണിൽ പകർത്താൻ ഒരു പെൺകുട്ടി ശ്രമിച്ചപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങി നിലത്തോട് എറിഞ്ഞു ഉടയ്ക്കുകയും അതുപോലെ മുടിയിൽ പിടിച്ച് വലിച്ചിഴക്കി ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ മുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴക്കുകയും ചെയ്തു. നെഞ്ചത്തും ചവിട്ടി, അത്തരം പ്രശ്നങ്ങളുണ്ട്. കഴുത്തിൽ മുറിവുകളുണ്ട്. അതായത് ഗുരുതരമായിട്ടാണ് ആ പെൺകുട്ടിയെ ആക്രമിച്ചത്. ആ പെൺകുട്ടി ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തന്നെയുണ്ട്. എന്തായാലും അത് മാത്രമല്ല, പോലീസിനെതിരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് നമുക്കറിയാം. ഈ മൊഴിയെടുക്കാനെത്തിയ, അതായത് ജനറൽ ഹോസ്പിറ്റലിൽ പെൺകുട്ടിക്കൊപ്പം എത്തിയ പോലീസുകാരൻ വസ്ത്രധാരണത്തെപ്പറ്റിയും പുലർച്ചെ പുറത്തിറങ്ങുന്നതിനെ പറ്റിയും ഒക്കെ മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ പരാതി. ആ പരാതിയിൽ കൂടി അന്വേഷണം ഉണ്ടാകുമെന്നാണ് DCP കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. നേരത്തെ തന്നെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെ ഈ കൊച്ചിയിൽ കത്തിവീശിയ ഒരു യുവാവ്
ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് നമ്മൾ തന്നെ ദൃശ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. അതിനു മുൻപ് കൊച്ചിയിൽ തന്നെ ഒരു പെൺകുട്ടി റേപ്പ്, അതായത് ആൺ സുഹൃത്തിനോടൊപ്പം എത്തിയപ്പോൾ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായതാണ്. ഇങ്ങനെ കൊച്ചിയിൽ നിരന്തരമായിട്ട് ഇത്തരം സേഫ് അല്ലാത്ത സിറ്റുവേഷൻസ് നിരവധിയാണ് ഇപ്പോൾ അടുത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ഇടമായി കൊച്ചി മാറിയിരിക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഊർജിതമായി ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 8 പേരിൽ 3 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. മറ്റുള്ള ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് അത്തരം വിവരങ്ങളൊന്നും തൽക്കാലം നൽകിയിട്ടില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, ശരി ആജ്ഞ. പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം നടത്തിയെന്ന പരാതിയിൽ ഫർമാൻ ഖാന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. പെൺകുട്ടിയും ഭർത്താവ് ഫർമാൻ ഖാനുമാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഫർമാൻ ഖാൻ മാത്രമാണ് കേസിൽ പ്രതിയെന്ന് മധ്യപ്രദേശ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലായതുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നതെന്നും മധ്യപ്രദേശിൽ പോയാൽ ദുരഭിമാനക്കൊല ചെയ്യുമെന്ന് ഭീഷണിയുണ്ടെന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചു. തനിക്ക് പ്രായപൂർത്തിയായെന്നാണ് പെൺകുട്ടി അവകാശപ്പെടുന്നത്. എന്നാൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം. പയ്യന്നൂർ പിലാത്തറയിൽ കുടുംബം സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി സ്വർണം കവർച്ച ചെയ്തു എന്ന സംഭവത്തിൽ അടിമുടി ദുരൂഹത. 2 ഇന്നോവ കാറുകളിലായി എത്തിയ 6 അംഗ സംഘം അക്രമം നടത്തി 25 ഗ്രാം സ്വർണം കവർന്നു എന്നാണ് പരാതിക്കാരന്റെ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പരാതിക്കാരനായ മഹാരാഷ്ട്ര സ്വദേശിയും തലശ്ശേരിയിലെ സ്ഥിരം താമസക്കാരനായ കുമാർ ജലന്ധർ നിഗത്തിന്റെ പശ്ചാത്തലവും അന്വേഷിക്കുന്നുണ്ട്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇതിപ്പോൾ രക്തക്കറയൊക്കെ കണ്ടെടുത്ത ഒരു കേസാണ്. അടിമുടി ദുരൂഹതയുണ്ട്. സ്ത്രീകളടക്കം കാറിലുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവർ പറയുന്ന മൊഴി പൂർണ്ണമായും വിശ്വസിക്കാതെ പോലീസിൻ്റെതായ രീതിയിലുള്ള അന്വേഷണത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? തീർച്ചയായും രഞ്ജിത്തെ, ഈ കുമാർ ജലന്ധർ നിഗം എന്ന് പറയുന്ന ഈ പരാതിക്കാരന്റെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചില്ല. കാരണം അടിമുടി ദുരൂഹതയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെ ഉള്ളത്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇയാൾ ഇവിടെ നിന്നും തലശ്ശേരി വരെ സഞ്ചരിച്ച് അവിടെയാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകാൻ ആദ്യം തയ്യാറായത്. അതായത് ഇതിനൊരു സമയമെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, വെറും 25 ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇത്രത്തോളം ആസൂത്രിതമായി നടന്ന ഒരു സംഭവത്തിൽ 25 ഗ്രാം മാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. അതോടൊപ്പം മറ്റൊരു പ്രധാന ഈ കാറിൽ നടത്തിയ ഈ ഒരു സംഘം നടത്തിയ പരിശോധന, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വലിയ തോതിൽ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച തന്നെയാണിത്. കാരണം ഇവരുടെ പരാതിയിൽ പറയുന്നത് 2 ഗ്രേ കളർ ഇന്നോവ കാറിലെത്തിയ 6ഓളം സംഘം ഇത്തരത്തിൽ കവർച്ച നടത്തിയതാണ്. ഈ കുടുംബം മഹാരാഷ്ട്ര സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ സ്വദേശം. പക്ഷേ വർഷങ്ങളായി തലശ്ശേരിയിലാണ് ഇവർ താമസിക്കുന്നത്. മാത്രമല്ല, അശോക് എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ കാറ്. അങ്ങനെയാണെങ്കിൽ ഈ കൃത്യമായി ഈ കാറിൽ എന്തോ സ്വർണമോ പണമോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സംഘമായിരിക്കാം ഇത്തരത്തിൽ ഒരു അക്രമം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അത്രത്തോളം ആ കാറിന്റെ ബോണറ്റ് തുറന്ന് അവിടെ പോലും പരിശോധന നടത്തിയതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത്. മാത്രമല്ല, ഈ കാറ് ഇതിന്റെ അകത്ത് അരിച്ചു പൊറുക്കി എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ കൃത്യമായി സ്വർണമോ അതല്ലെങ്കിൽ വലിയ തോതിൽ പണമോ ഉണ്ട് എന്ന കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഘം എത്തിയതും ഇങ്ങനെ ഒരു കവർച്ച നടത്തിയും. അതല്ല, ഈ ജലന്ധർ നിഗം എന്ന് പറയുന്ന കുമാർ ജലന്ധർ നിഗം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബം, 2 കുട്ടികൾ, ഭാര്യ, ഒപ്പം ഡ്രൈവർ, ഇങ്ങനെ 5 പേരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത് എന്നാണ് മൊഴി. ഇദ്ദേഹം ഈ നൽകിയ പരാതിയിൽ 25 ഗ്രാം മാത്രമല്ല ഇതിൽ സ്വർണം കൂടുതൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നതും. എന്തായാലും അത് സംബന്ധിച്ച് പരിയാരം പോലീസിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിയാരം SHO സതീഷിനാണ് ഇത് ചുമതല. ഇദ്ദേഹവുമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെയാണ്,
ഇവരുടെ ഈ യാത്ര ഇത് സ്ഥിരമായി ഈ മഹാരാഷ്ട്ര മുതൽ തലശ്ശേരി വരെ ഇങ്ങനെ പല വാഹനങ്ങളിലായി ഇവർ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായി ഇതറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ആളുകളായിരിക്കാം, അങ്ങനെ ഒരു സംഘമായിരിക്കാം ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്ന ഒരു സംശയം പോലീസിന് കൃത്യമായി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ആര്? ഈ രക്തക്കറയുടെ കാര്യം പോലീസ് പറയുന്നത് ഈ അക്രമി സംഘത്തിൻ്റെതാകാമെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. കാരണം ഈ കാറ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്, അതിന്റെ ഗ്ലാസുകളൊക്കെ തകർത്ത നിലയിലാണുള്ളത്. അങ്ങനെ പരിക്കുപറ്റി ആ രക്തമായിരിക്കാം ഈ കാറിൽ കണ്ടതെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രക്തക്കറയുടെ കാര്യത്തിൽ പോലീസിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരിക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ കുടുംബത്തിന് പോറൽ പോലും സംഭവിച്ചിട്ടില്ല. ഇവർ പറയുന്നത് 5 മണിക്കും 6 മണിക്കും ഇടയിൽ എടാട്ട് സർവീസ് റോഡിൽ, പരിയാരം പലാത്ര മുതൽ പയ്യന്നൂർ ഇടയിലുള്ള സർവീസ് റോഡിൽ ഈ വാഹനങ്ങളിലെത്തിയ സംഘം ഇവരെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഇവരെ എല്ലാം കാറിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം കാറ് ഇവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക്, അതായത് പിലാത്ര ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള ഒരു ഒഴിഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയാണ് ഇങ്ങനെ പരിശോധിച്ചിട്ടുള്ളത്. ആ കാറിൽ മുഴുവൻ സ്ഥലങ്ങളും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. സീറ്റ് കുത്തിക്കീറി അതിനകത്ത് വരെ പരിശോധിച്ചിട്ടുണ്ട്. ഇവരുടെ വസ്ത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു, അതെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. അങ്ങനെ ഇത്രത്തോളം ആസൂത്രിതമായ ഒരു കവർച്ച നടത്തണമെങ്കിൽ അതിൽ കൂടുതൽ പണം അല്ലെങ്കിൽ സ്വർണം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ പരാതിക്കാരന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇയാളുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ അശോക് എന്ന് പറയുന്ന ഈ പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി സ്വർണം വ്യാപാരം നടത്തുന്ന ഇയാളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളെയും പോലീസ് മൊഴിയെടുക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിലൊരു നാടകം നടന്നിട്ടുണ്ടോ, അതല്ല കൃത്യമായ ഒരു സ്വർണം പൊട്ടിക്കുന്ന സംഘം ഇതിന് പിന്നിലുണ്ടോ, ഇത് 2 സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനായി ഈ കുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞ്, അതായത് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇയാൾ പോലീസിൽ പരാതി നൽകുന്നത്. അതായത് പുലർച്ചെ 5 മണിക്ക് ഇത്തരം ഒരു സംഭവം നടക്കുന്നു, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇയാൾ പരാതി നൽകാൻ എത്തുന്നത്. അത് സമയം എടുത്തു, അല്ലെങ്കിൽ ആരോടെങ്കിലും കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. ഏതായാലും ഈ പ്രതികളിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏകദേശം സൂചനകൾ, ഇവരെത്തിയ വാഹനങ്ങളുടെ ഉൾപ്പെടെ സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതോടൊപ്പം ഈ പരാതിക്കാരന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഇയാളെ കൃത്യമായി വിശദമായി പരിശോധന, ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇന്നുണ്ടാകും. ഇയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന യാത്രകൾ, ഇയാളുടെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം വലിയ പരിഭ്രാന്തി പരത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം ഭീകരമായൊരു അവസ്ഥയാണ് ആ ഒരു കാറിൽ ഉണ്ടായതെന്ന്. അതായത് കൃത്യമായി ഇതിൽ പണം, അതല്ലെങ്കിൽ വലിയ തോതിൽ സ്വർണം ഇതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സംഘം എത്തി ഇങ്ങനെ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ചയാകാം. ഇതിൽ കൂടുതൽ പണവും സ്വർണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരാതിക്കാരന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. വെറും 25 ഗ്രാം സ്വർണം മാത്രം, ഭാര്യയുടെ ബാഗിലുണ്ടായിരുന്നത് ഈ സ്വർണം മാത്രം നഷ്ടപ്പെട്ടെന്നാണ് ഇപ്പോൾ പരാതിയുള്ളത്. എന്തായാലും പോലീസ് വളരെ വിശദമായി തന്നെ ഈ സംഭവം അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി ബൈജു. കർണാടകയിൽ മുഖ്യമന്ത്രി DK ശിവകുമാറും 10 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4:15-നാണ് ചടങ്ങ്. മലയാളികളായ KJ ജോർജും UT ഖാദറുമാണ് മന്ത്രിസഭയിൽ ഇടം പിടിച്ച പ്രമുഖർ. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്ക് പ്രധാന വകുപ്പുകളൊന്ന് കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രിമാരുടെ പേര് സംബന്ധിച്ച് പ്രചരിക്കുന്ന ലിസ്റ്റ് വെറും അഭ്യൂഹങ്ങൾ മാത്രമെന്ന് DK ശിവകുമാർ പറഞ്ഞു. ഇന്ന് ഉച്ചയോടെ മാത്രമേ ഹൈക്കമാൻഡിന് ലിസ്റ്റ് കൈമാറൂ എന്നും ശിവകുമാർ വ്യക്തമാക്കി. ಮಾಧ್ಯಮದಲ್ಲಿ ಏನು ಹೆಸರುಗಳು ಅದೆಲ್ಲ ಅಧಿಕೃತ ಅಲ್ಲ. ನಾಳೆ 10 ಗಂಟೆ ಮೇಲೆ 10 ಗಂಟೆನೋ ಮಧ್ಯಾಹ್ನ ನನಗೆ ಹೆಸರನ್ನ ದೆಹಲಿಯವರು ಕಳಿಸ್ಕೊಡ್ತಾರೆ. ನಾವೆಲ್ಲ ಸೇರಿ ಚರ್ಚೆ ಮಾಡಿದ್ದೀವಿ, ನಮ್ಮ ಅಭಿಪ್ರಾಯನ ತಿಳಿಸಿದ್ದೀವಿ. ಅಂತಿಮ ತೀರ್ಮಾನ ದೆಹಲಿಯವರು ಮಾಡಿ ನನಗೆ ಕಳಿಸ್ಕೊಡ್ತಾರೆ. ಆಮೇಲೆ ನಾನು ರಾಜ್ಭವನ್ಗೆ ಪಟ್ಟಿಯನ್ನು ಕಳಿಸ್ಕೊಡ್ತೇನೆ. ಇಷ್ಟು ಮಾತ್ರ ಹೇಳಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. മുഖ്യമന്ത്രി സ്ഥാനമൊഴി സിദ്ധരാമയ്യയെ പ്രവർത്തക സമിതി അംഗമാക്കിയുള്ള തീരുമാനം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുണ്ട്. TG സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഇപ്പോഴും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ? ഈ സിദ്ധരാമയ്യെ അനുനയിപ്പിക്കാനായിട്ടുണ്ടോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് വൈകിട്ട്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭ ഇന്ന് നിലവിൽ വരും. വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പരമാവധി
കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യ ബ്ലോക്ക് നേതാക്കളെയൊക്കെ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിലെ കർണാടകയിലെ ഈ മാറ്റം ഒരു വലിയ തുടക്കം, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. പക്ഷേ ഇന്നലെ ഒരു മാരത്തോൺ ചർച്ച ഡൽഹിയിൽ നടന്നു, സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയാവണം എന്നത് സംബന്ധിച്ച്. പക്ഷേ ഒരു പൂർണ്ണ ധാരണ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. 10 അതല്ലെങ്കിൽ 15 മന്ത്രിമാരായിരിക്കും DK ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് വിവരം. ഇതിനകം പുറത്തു വരുന്ന ചില സൂചനകളും ലിസ്റ്റുകളും ഇങ്ങനെയാണ്. G പരമേശ്വരി ഉണ്ടാകും, KG ജോർജ്, മലയാളി കൂടിയായ KJ ജോർജ് ഉണ്ടാവും, ഡോക്ടർ യതീന്ദ്ര സിദ്ധരാമയ്യ ഉണ്ടാവും, പ്രിയങ്ക ഗാർഗെ ഉണ്ടാകും, MB പാട്ടീൽ ഉണ്ടാവും, സതീഷ് ജാർക്കിഹോളി ഉണ്ടാവും, കൃഷ്ണ ബൈരഗോഡെ ഉണ്ടാവും, രാമലിംഗ റെഡ്ഡിയുണ്ട്, UT ഖാദറുണ്ട്, ഈശ്വർ ഖാദ്രെ. ഇങ്ങനെയുള്ള ഒരു പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ മാറ്റമുണ്ടാകും. അല്പസമയം മുമ്പ് നമ്മൾ കേട്ട DK ശിവകുമാറിൻ്റെ പ്രതികരണം പോലെ, ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ പ്രതികരണം പോലെ ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയോ അല്ലെങ്കിൽ ഉച്ചയോട് കൂടിയോ ഹൈക്കമാൻഡിൽ നിന്നൊരു ലിസ്റ്റ് വരും. അതനുസരിച്ച് ഞങ്ങൾ ലിസ്റ്റ് കൈമാറുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തങ്ങൾ മന്ത്രിസ്ഥാനങ്ങളിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. സിദ്ധരാമയ്യയെ ഇന്നലെ തന്നെ അടിയന്തരമായി AICC വാർത്താക്കുറിപ്പ് പുറത്തിറക്കി അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്, ഒരു ഒത്തുതീർപ്പ് ഫോർമുലകളുടെ ഭാഗമാണ്. അതിനപ്പുറം മറ്റെന്തൊക്കെ നീക്കം ഉണ്ടാവും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രിയങ്ക ഖാർഗെ അടക്കമുള്ളവർ ഉപമുഖ്യമന്ത്രികൾ ആയേക്കും എന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് പ്രകടമാകുമോ? ഉപമുഖ്യമന്ത്രിമാർ പറ്റില്ല എന്നൊരു നിലപാട് ആദ്യം DK ശിവകുമാറിനുണ്ടായിരുന്നു. പക്ഷേ ആ നിലപാടിൽ പിന്നീട് മാറ്റമുണ്ടായെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രിമാർ DK ശിവകുമാറിനൊപ്പം ആ മന്ത്രിസഭയിൽ ഉണ്ടാവും. അതാരൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം സിദ്ധരാമയ്യ അനുനയിപ്പിക്കാൻ വേണ്ടി മറ്റെന്തൊക്കെ നീക്കം ഉണ്ടാകുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. VD സതീശൻ അടക്കമുള്ളവർ വൈകിട്ടത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും DK ശിവകുമാർ മന്ത്രിസഭ വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം. ഏതായാലും കർണാടകയിലെ കോൺഗ്രസിലെ പ്രതിസന്ധി തൽക്കാലത്തേക്കെങ്കിലും അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് വൈകിട്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനിടയിൽ പ്രവർത്തക സമിതി അംഗമാക്കിക്കൊണ്ട് സിദ്ധരാമയ്യയെ തൃപ്തിപ്പെടുത്താനും കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകന് മന്ത്രിസ്ഥാനത്തിൽ എന്ത് വകുപ്പ് നൽകുമെന്നുള്ളതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയോടുകൂടിയൊക്കെ അറിയാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സജിത്ത് തുടരുന്നുണ്ട്. അണ്ണാമലൈ സമാനമായി തന്നെ തമിഴ്നാട്ടിലും ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിജയുടെ പാർട്ടി അധികാരത്തിൽ വന്നത് തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റമായിരുന്നു. അതിന് പിന്നാലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അണ്ണാമലൈ ഇന്നലെയാണ് അമിത്ഷായെ കണ്ട് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത്. അതേസമയം അണ്ണാമലയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അണ്ണാമലയ്ക്ക് മുന്നിൽ നിരവധി ഓഫറുകൾ BJP വെച്ചിട്ടുണ്ട്. രാജ്യസഭാ അംഗത്വമുണ്ട്, വീണ്ടും സംസ്ഥാന അധ്യക്ഷനാക്കാം എന്നുള്ള വാക്ക് നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. അണ്ണാമലയുമായുള്ള ചർച്ചയ്ക്കടക്കം പാർട്ടി സമയം ചോദിച്ചിട്ടുണ്ട്. അണ്ണാമല ഡൽഹിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിപ്പോൾ തമിഴ്നാട്ടിലെ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില ഒരു ആക്ഷേപം, സൈത്ത് സമ്മർദ്ദതന്ത്രമാണ് ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ളത് എന്നാണ്. പക്ഷേ താൻ പാർട്ടി വിടുകയാണ് എന്ന് മാന്യമായ ഭാഷയിൽ തന്നെ പാർട്ടി നേതൃത്വത്തെ അണ്ണാമലൈ അറിയിക്കുകയും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത്? മനം മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടോ അണ്ണാമലയ്ക്ക്? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു. അതുതന്നെയാണ് സാഹചര്യം. കാരണം ഇന്നലെ തന്നെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പ്രതീക്ഷിച്ചും അങ്ങനെ പറഞ്ഞിരുന്ന ആളുമാണ് അണ്ണാമലൈ. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. ഇന്ന് ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, തമിഴ്നാട്ടിലെ BJPയുടെ അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനോട് ഡൽഹിയിലേക്ക് എത്താൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിലെ BJP നേതൃത്വത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് വലിയ ചില ആരോപണങ്ങൾ ഈ ഇന്നലത്തെ കൂടിക്കാഴ്ചകളിൽ അണ്ണാമലൈ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ പരാതികളുള്ള ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു വരുത്തുന്നത്. അത് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗം കൂടിയാണ്. അതായത് ഇന്നലെ രാജിപ്രഖ്യാപനത്തിന് വേണ്ടി എത്തിയ അണ്ണാമലയ്ക്ക് മുന്നിൽ BJPയുടെ ദേശീയ നേതൃത്വം ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് പാർട്ടിയിൽ തുടരണം എന്ന ഒരു നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 5 പേജുള്ള തൻ്റെ രാജിക്കത്ത്, തൻ്റെ നിലപാടുകൾ, താൻ പാർട്ടിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അണ്ണാമലൈ. അപ്പോൾ ഒടുവിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് വിഷയമായത് എന്ന കാര്യം ഇരുവരും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ അനുനയിപ്പിക്കാൻ
മങ്ങലേൽപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന ചില സൂചനകൾ. അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. സാധാരണ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ പഴയ പാർട്ടിയെ വെല്ലുവിളിച്ച് പോകുന്ന ഒരു പതിവ് ശീലമുണ്ട്. പക്ഷേ അതല്ല, പുതിയൊരു മാതൃക സൃഷ്ടിക്കാനാണ് അണ്ണാമലൈ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര പറച്ചിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. തമിഴക രാഷ്ട്രീയത്തിൽ അണ്ണാമലൈ വീണ്ടും എത്തുമോ? BJPയുടെ പുതിയ മുഖമായി തന്നെ അദ്ദേഹം മാറുമോ? എങ്ങനെ ഒത്തുതീർക്കും? അതല്ല, പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനൊപ്പം ഒരു പുതുമുഖ നേതൃനിരയെ രൂപപ്പെടുത്താൻ ദേശീയ തലത്തിൽ തന്നെ BJP ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ കോർ ടീമിലേക്കാണ് അണ്ണാമലൈ മാറുന്നത് എന്ന മറ്റു ചില അഭ്യൂഹങ്ങളുമുണ്ട്. എന്തായാലും വ്യക്തതയ്ക്ക് വേണ്ടി അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടിവരും. ഇന്നും ഈ അനുനയ നീക്കങ്ങൾ തുടരും. ശരി, ഇടവേള. അൻസിബയുടെ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തേക്കും. അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതിയുടെ തുടർച്ചയായാണ് ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നത്. താൻ അയച്ച വാട്സപ്പ് സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അൻസിബയുടെ പരാതി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, അമ്മയിലെ തർക്കം അതിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. 2 സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൻസിബ ഇന്നലെ വീണ്ടും ഒരു പരാതി നൽകിയിരുന്നു. ഇപ്പോൾ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും മറ്റുമായി അന്വേഷണത്തിൻ്റെ വഴികൾ ഏതൊക്കെ തലത്തിലാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മിപ്രിയയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്തായാലും ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ ആണ് തൃപ്പൂണിത്തുറ SI അൻസിബയോട് മോശമായി പെരുമാറി എന്നുള്ള പരാതി കൂടി വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിൽ വാട്സാപ്പിൽ അയച്ചൊരു മെസ്സേജ് ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയതും. അത് ലക്ഷ്മിപ്രിയ ഒരു പരാതി തൃപ്പൂണിത്തുറ ഹിൽപാല സ്റ്റേഷനിലേക്ക്, വനിതാ സ്റ്റേഷനിലേക്ക് നൽകുന്നതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻസിബയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയ SI അൻസിബയോട് മോശമായി പെരുമാറി, അന്യായമായി തടങ്കലിൽ വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് അൻസിബ വീണ്ടും SIക്കെതിരെ പരാതി നൽകിയിരുന്നതും. ലക്ഷ്മിപ്രിയയ്ക്കും SIക്കുമെതിരെ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര ACP കഴിഞ്ഞ ദിവസം ഈ ലക്ഷ്മിപ്രിയയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. അതേസമയം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ക്ലാഷിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളിലേക്ക് പോയതെന്നാണ് SI വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഈ ചോദ്യം ചെയ്യൽ സമയവുമായി ബന്ധപ്പെട്ട് അൻസിബയെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ അല്പം നേരത്തെ എത്തുകയും അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ എത്താനുള്ള സമയം വൈകിയതുമാണ് ഈ തടങ്കലിൽ വെച്ചു എന്ന് അൻസിബ വ്യാഖ്യാനിക്കുന്നതെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെയും ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ ഉണ്ടായേക്കാം. എന്തായാലും അതുമാത്രമല്ല, ഈ വനിതാ SI രേഷ്മയെ കൂടി ചോദ്യം ചെയ്യും. രേഷ്മയുടെ മൊഴിയെടുക്കും. മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനമുണ്ടാവുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ടിനി ടോമിനെതിരെ കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ പരാതി നൽകിയിട്ടുണ്ട്. അതായത് സഹപ്രവർത്തകരെ പിടിച്ച് വാട്സാപ്പിലൂടെയും സൈബർ ഇടങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും തന്നെയും കുടുംബത്തെയും അധിക്ഷേപിക്കാൻ ടിനി ടോം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. അപ്പോൾ ആ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തും. അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുമെന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, ചർച്ചകൾ ഒരു പക്ഷേ അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഇന്നുണ്ടായേക്കും. രഞ്ജിത്ത്, ഏതായാലും അമ്മയിലെ തർക്കം അത് പരിധി വിടുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്കും കേസിലേക്കും മറ്റുമൊക്കെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ 2ാം റീച്ചായ ചെർക്കള ചട്ടഞ്ചാലിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. അപകട സാധ്യത കണക്കിലെടുത്ത് RDOമാർക്ക് മേൽനോട്ട ചുമതല നൽകിയതായി കളക്ടർ ന്യൂസ് 18നോട് പറഞ്ഞു. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള, ബേവിഞ്ച, തെക്കിൽ ഭാഗങ്ങളിലാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ പ്രദേശത്ത് വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ 8 കിലോമീറ്ററിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് സർവീസ് റോഡില്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതും
വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കലക്ടറുടെ അടിയന്തര സന്ദർശനം. കാലവർഷം ആരംഭത്തിനു മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചത്ര പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിനും റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കും നിരീക്ഷണ ചുമതല നൽകിയതായും കലക്ടർ വ്യക്തമാക്കി. ഈ വർഷം നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിച്ചത്ര പൂർണ്ണമായിട്ട് വർക്ക് NH കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പോർഷനിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും മഴയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രിപ്പറേഷൻസും NH എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും മണ്ണിടിച്ചിൽ അതുപോലത്തെ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി റെസ്പോൺസ് അതുപോലത്തെ സംവിധാനങ്ങളെല്ലാം നിലവിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്ഥലങ്ങളിലും നമ്മൾ RDOമാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മൾ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിന്റെ വർക്കുകൾ നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ആവശ്യമാണെങ്കിൽ പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ RDO തലത്തിൽ നിർദ്ദേശം നൽകിയതായും ജില്ലാ കലക്ടർ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ ചെറുവത്തൂർ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുകയാണ്. നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ, ദേശീയപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. 2ാം റീച്ചായ ചെർക്കള ചട്ടഞ്ചാലിലാണ് ഇപ്പോൾ കൂടുതൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. KV ബൈജു ചേരുകയാണ്. ബൈജു, കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേശീയപാതയിലെ പല മേഖലകളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഇതിന് മുൻപുള്ള വർഷങ്ങളിലും മഴക്കാലത്ത് ബൈജുവിന് റിപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നൊക്കെ അന്ന് ബന്ധപ്പെട്ട ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അശാസ്ത്രീയമായ പല നിർമ്മാണങ്ങളും നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ? തീർച്ചയായും രഞ്ജിത്തെ, ഒരു ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രം കണ്ണു തുറക്കുന്ന അധികാരികൾക്ക് മുന്നിലാണ് കാലവർഷത്തിന് തൊട്ടു മുൻപ് നമ്മൾ ആ അപകടം, ഭീതി അല്ലെങ്കിൽ മണ്ണിടിച്ചൽ ഭീഷണിയൊക്കെ കൃത്യമായി ആകാശ കാഴ്ചകൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കിയത്. അതിൽ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം അപകട ഭീഷണിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളതെന്ന്. അതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 8 കിലോമീറ്ററിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മഴയുണ്ടായാൽ പോലും ഇതുവഴി യാത്ര വലിയ അപകടകരമാണ്. അതുമാത്രമല്ല, നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെയും ജീവിതം വലിയ അപകടത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായ ആ റിപ്പോർട്ട്. അതിൽ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിന്റെ അവിടുത്തെ ഒരു അപകടാവസ്ഥ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ RDOമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്, നിരീക്ഷണ ചുമതല നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആവശ്യമാണെങ്കിൽ കുടുംബങ്ങളെ മാറ്റി താമസിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിൽ കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത്, ചെങ്കള പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അടിയന്തര യോഗവും കലക്ടർ വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയണം. അത്രത്തോളം നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ റോഡ് നിർമ്മാണം. അത് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഡ്രൈനേജ് സംവിധാനങ്ങളില്ല, സർവീസ് റോഡില്ല. അങ്ങനെ വലിയ തോതിലുള്ള ദുരിതമാണ് ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നത്. ഇതോടൊപ്പം ചെറുവത്തൂർ, വീരമലക്കുന്ന്, അതും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. വീരമലക്കുന്ന് വലിയ തോതിലുള്ള അപകടാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിടിച്ചതിനെ തുടർന്ന് ഏത് സമയത്തും ഒരു മഴ വന്നാൽ മണ്ണിടിച്ചിലുണ്ടാകും. മാത്രമല്ല, വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ നിന്നും ദേശീയപാതയിലേക്ക് എത്തുന്നത് എന്നതും ഏറ്റവും അപകടം, ഭീതി മനസ്സിലാക്കാം. അതോടൊപ്പം മട്ടലായിക്കുന്നിൽ വലിയ അപകടാവസ്ഥയുണ്ട്. ഈ 2ാം റീച്ച് എന്ന് പറയുന്നത് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. വലിയ പരാതി നേരത്തെ തന്നെ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. പല സ്ഥലങ്ങളിലും റോഡിൽ വിള്ളൽ വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വേനൽ മഴയിൽ പോലും നിരവധി ഇടങ്ങളിൽ വെള്ളം കെട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കലക്ടറുടെ അടിയന്തര പരിശോധന. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ ഇപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. നിർമ്മാണ പ്രവൃത്തികൾ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല. കലക്ടർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളവിടെ കണ്ടതാണ്, വെറും 4ഓ 5ഓ ജോലിക്കാർ മാത്രമാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത്. വളരെ വേഗത്തിൽ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികളാണ്. പക്ഷെ അത് മന്ദഗതിയിലാണ് നീങ്ങുന്നത്. പല സ്ഥലങ്ങളിലും സർവീസ് റോഡ് ഇല്ല. അതോടൊപ്പം 6 വരി പാത എന്ന് പറഞ്ഞ ഒറ്റ ലൈനിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അധികൃതർ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച പാൻ മസാലയും ലോട്ടറിയും അതിർത്തിയിൽ തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ടീം പിടികൂടി. വാഹന പരിശോധനയിലാണ് തമിഴ്നാട്ടിൽ വിൽപ്പനയും വിതരണവും നിരോധിച്ചിരിക്കുന്ന കേരള ലോട്ടറി ടിക്കറ്റുകളും പാൻ മസാലയും പിടിച്ചെടുത്തത്. ലഹരി ഉൽപ്പന്നവും ലോട്ടറിയും ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന 80 വയസ്സ് പ്രായമുള്ള തമിഴ്നാട് തെങ്കാശി സ്വദേശി പരമശിവമാണ് തെങ്കാശി ഡെൽറ്റ ടീമിന്റെ പിടിയിലായിരിക്കുന്നത്. വിജയ് സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റതിനു ശേഷം ലഹരി ഉൽപ്പന്നങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കേരളത്തിലെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ടീം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. പുളിയറ എസ് വളവിന് സമീപമാണ് തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ ടീം വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന KSRTC ബസ്സുകളിലാണ് പരിശോധന നടക്കുന്നത്. കേരളത്തിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉൽപാദനം നടക്കുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് ശ്രദ്ധയിൽ നമുക്ക് വരുത്താനുള്ളത്. അടിയന്തരമായ ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പുളിയറയിൽ നടത്തിയ പരിശോധനയിൽ KSRTC ബസ്സിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ലോട്ടറി ടിക്കറ്റും ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. തമിഴ്നാട്ടിൽ ലഹരി ഉൽപ്പന്നങ്ങൾ നിരോധിച്ച സാഹചര്യത്തിൽ കേരളത്തിലും നിരോധിച്ചിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കേരള സർക്കാർ നോക്കിക്കാണേണ്ട സാഹചര്യമാണ്. വരും ദിവസങ്ങളിലും വാഹന പരിശോധന ശക്തമാക്കാനാണ് തമിഴ്നാട് പോലീസിന്റെ തീരുമാനം. വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾക്ക് വലിയ നിരോധനമാണ് നടത്തിയത്. ഇപ്പോൾ കേരളത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ് നമ്മളുടെ വിശ്വാസം. പക്ഷേ തമിഴ്നാട്ടിൽ ലഹരി ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതിനു ശേഷം കേരളത്തിൽ നിന്നും അതിർത്തി കടന്ന് ബസ് മാർഗം തമിഴ്നാട്ടിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നു. അത് തമിഴ്നാട് പോലീസ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുളിയറയ്ക്ക് സമീപം പിടികൂടുന്നു എന്നുള്ള ഒരു വലിയ സത്യം നാം മനസ്സിലാക്കണം. കേരളത്തിലെ ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉറവിടം അടിയന്തരമായി കേരള സർക്കാർ കണ്ടുപിടിക്കണം എന്നൊരു ആവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. കോട്ടയം തലയോലപ്പറമ്പിലെ ദൃശ്യം മോഡൽ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. ദൃശ്യം സിനിമയ്ക്ക് 5 വർഷം മുൻപാണ് സംഭവം ഉണ്ടായതെങ്കിലും 2016 ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. സിനിമയ്ക്ക് സമാനമായ രീതിയിൽ മൃതദേഹം ഒളിപ്പിച്ചതും ദൃശ്യം മോഡൽ എന്ന പേരിൽ കേസിനെ വിശേഷിപ്പിക്കാൻ കാരണമായി. എന്നാൽ ദൃശ്യം 2 മോഡൽ ആധാരമാക്കിയാണ് പ്രതിഭാഗം കോടതിയിൽ വാദം നടത്തിയത്. ദൃശ്യം 2ാം ഭാഗത്തെ പോലെ സിനിമ കണ്ട് പ്രചോദിതരായ പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം തയ്യാറാക്കി എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് ഈ കേസിലും ഉണ്ടായത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ദൃശ്യം സിനിമ ഇറങ്ങും മുൻപ് തന്നെ നടത്തപ്പെട്ട ഒരു ദൃശ്യം മോഡൽ കൊലപാതകം, തലയോലപ്പറമ്പിലെ കാലായിൽ മാത്യുവിൻ്റെ കൊലപാതകം അങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ആ കേസിലെ പ്രതി തിരൂർ സ്വദേശി അനീഷിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ആ കേസിൽ കോടതിയിൽ വാദത്തിൽ ഫലത്തിൽ ദൃശ്യം 2ന്റെ കഥയാണ് ഒരു പ്രേരകമായി വന്നത് എന്നതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ കൗതുകകരമായ വാദങ്ങളിലൊന്ന്. ഈ അനീഷിന് വേണ്ടി വാദിച്ച പ്രതിഭാഗം അഭിഭാഷകൻ സിബി ചേനപ്പാടിയാണ് എനിക്കൊപ്പം ചേരുന്നത്. ദൃശ്യം എന്നതാണ് പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു, എങ്ങനെയാണ് ദൃശ്യം 2 ഇതിലെങ്ങനെ വന്നു എന്നാണ് നിങ്ങൾ വാദിച്ചത്? ദൃശ്യം 2 സിനിമയുമായും ബന്ധമെന്ന് പറയുന്നത്, ഇത് 2013 ദൃശ്യം സിനിമ ഇറങ്ങുന്നത്. ഇത് 2008 ഈ സംഭവം നടന്നതായി പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. പ്രോസിക്യൂഷൻ്റെ കേസ് പ്രകാരം കാണാതായ മാത്യു എന്ന ആളിനെ പ്രതി അനീഷ് കൊലപ്പെടുത്തി ബിയർ കുടിപ്പിച്ച് മയക്കിക്കിടത്തി കഴുത്തിൽ പ്ലാസ്റ്റിക് കയർ മുറുക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അതിനുശേഷം അയാൾ നടത്തിക്കൊണ്ടിരുന്ന കടയുടെ പിൻവശം കുഴിച്ചിട്ടു. അതിനുശേഷം പിന്നീട് അയാൾ കടയുടെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു പോയി. പിന്നീട് ഒരു സഹതടവുകാരൻ ഗുജറാത്തിൽ ജയിലിലായിരുന്നപ്പോൾ അനീഷിനോടൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരൻ 2012 കിട്ടിയ വിവരം 2016 പ്രതിയുടെ പിതാവിനെ അറിയിക്കുകയാണ്. അങ്ങനെ കിട്ടിയ വിവരം പോലീസിൽ അറിയിക്കുകയും ആ വിവരം പ്രതിയുടെ പിതാവ് കാണാതായ മാത്യുവിൻ്റെ മകൾ നൈസിയെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും കേസ് പുനരന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. പക്ഷേ ഈ കേസുമായി പ്രതിയെ ബന്ധപ്പെടുത്തുവാനുള്ള യാതൊരു തെളിവുകളുമില്ല. സിനിമയിലെ കഥയ്ക്ക് അടിസ്ഥാനമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരക്കഥ നിർമ്മിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രശസ്തിക്ക് വേണ്ടിയാകാം, അതല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകാം, എന്തോ ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 2012 ഈ ജയിലിൽ വെച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷെ പിന്നീട് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ തെരച്ചിൽ. അതെന്താണ് സംഭവിച്ചത്? അത് തന്നെയാണ് വിശ്വസനീയമല്ല എന്ന് പറയുന്നത്. കാരണം 2012 പ്രതി സഹതടവുകാരനോട് അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നുവെങ്കിൽ അയാൾ
ഗുജറാത്തിലെ പോലീസിനെ ഒന്നുകിൽ അറിയിക്കണമായിരുന്നു, അല്ലെങ്കിൽ അയാൾ കേരളത്തിലെ പോലീസിനെ അറിയിക്കണമായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം 2012 പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന പ്രകാരം ഒരു കുറ്റസമ്മതം നടത്തിയിട്ടില്ല. 2016 തന്നെ സഹതടവുകാരൻ അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ പ്രതിയുടെ പിതാവിന് കത്തയക്കുകയാണ്. അതിന് സഹായിച്ചില്ല എങ്കിൽ കാണാതായ മാത്തനെ കൊലപ്പെടുത്തിയത് അനീഷാണെന്ന് പോലീസിൽ അറിയിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് നടത്തുന്നത്. അതായത് പ്രതിയുടെ പിതാവിന് തന്നെയാണ് കത്തയക്കുന്നത്. പ്രതിയുടെ പിതാവിനാണ് കത്തയക്കുന്നത്. പ്രതിയുടെ പിതാവിനെ അയക്കുന്നത് ഈ സഹതടവുകാരനെയും പ്രതിയോടൊപ്പം തന്നെ കള്ളനോട്ട് കേസിൽ ഗുജറാത്തിൽ കഴിയുന്ന ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിന് വഴങ്ങാതെ വന്നതിനെ തുടർന്ന് ഒരുപക്ഷെ ഈ സഹതടവുകാരൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുവാകാം ഈ കേസ് ഉണ്ടാകാനുള്ള കാരണം. ഈ 2016 ഈ അസ്ഥി ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഈ കടമുറിയുടെ ഭാഗത്ത് നിന്ന് കണ്ടെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അസ്ഥിയൊക്കെ സ്വാഭാവികമായിട്ട് തെളിവായി വരില്ല? എന്താണ് കോടതി അത് പരിഗണിക്കാതിരുന്നത്? അത് നിയമപരമായി അസ്ഥി കണ്ടെടുത്തത് വിശ്വസനീയമല്ല. കാരണം ഒരു മനുഷ്യ ശരീരത്തിൽ 206-ലധികം അസ്ഥികളുണ്ട്. ആകെ കണ്ടെടുത്തു എന്ന് പറയുന്നത് 32 അസ്ഥികളാണ്. ബാക്കി അസ്ഥികൾ എവിടെ പോയി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. DNA കാരണം എന്ന് പറയുന്നത് DNA ഈ കാണാതായ മാത്തൻ്റെ അസ്ഥികളാണ് എന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഈ DNA അടിസ്ഥാനമായ പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിക്കുന്നതിനും ബ്ലഡ് സാമ്പിൾ എടുക്കുന്നതിനും ഒക്കെ കാലതാമസം വരികയും അതോടൊപ്പം തന്നെ ആ ശേഖരിച്ച ബ്ലഡ് സാമ്പിളുകൾ പ്രോപ്പറായി കസ്റ്റഡി സൂക്ഷിക്കാതിരിക്കുകയും അത് യഥാസമയം ലബോറട്ടറിയിൽ എത്തിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ വീട്ടമ്മയെ ഭർത്താവ് കഴുത്തറത്ത് കൊന്നു. പ്രദേശവാസിയായ ഹസീന ബീവിയാണ് മരിച്ചത്. ആക്രമണശേഷം ഭർത്താവ് സുരേഷ് കാറിൽ കയറി രക്ഷപ്പെട്ടു. കുടുംബ വഴക്കിനെ തുടർന്ന് മക്കളുടെ മുമ്പിൽ വെച്ചാണ് കൊലപാതകം എന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ്. നാലാഞ്ചിറയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരപ്പറമ്പിൽ ചട്ടം ലംഘിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നതായി ആരോപണം. പെൻഷൻ ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം നൽകുന്നത് എന്നാണ് വിവരം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പരി എത്തിക്കാൻ 25 ഉറുപ്പിക വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പിക വാങ്ങിണു, എൻ്റെ ബാങ്ക് 30 ഉറുപ്പിക വാങ്ങിയില്ലേ? ജയിലിയൊപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ല. ഐ ആം ആസ്കിംഗ് ടു ഹിം, നോട്ട് ഓൺ യു. ഓക്കെ, സർക്കാർ ജിയോ എന്താ? സർക്കാർ ജിയോ എന്താ? ഗവൺമെന്റ് ഓർഡർ. ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരാ ചോദിച്ചത്. എന്താണ് സർക്കാരിന്റെ ഓർഡർ? CB അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പുൽപ്പറ്റയിലെ തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഈ പെൻഷൻ വിതരണം നടന്നിട്ടുള്ളത്. ഇത് ചട്ടം ലംഘിച്ചു തന്നെയാണ് എന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് വലിയ തോതിൽ തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതിന് വിശദീകരണമായിട്ട് UDF പറയുന്നത് ബാങ്ക് ജീവനക്കാരന് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ഇത്തവണ എല്ലാവരും അങ്ങാടിയിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം വാട്സപ്പ് വഴി നൽകുകയായിരുന്നു ഉണ്ടായത്. ഇത് അത്തരത്തിലൊരു സംഭവമാണ് എന്ന തരത്തിലാണ് UDFന്റെ ഭാഗത്തുള്ള വിശദീകരണം ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് ഈ ഒരു പെൻഷൻ വിതരണത്തെ UDF ഇവിടെ പുൽപ്പറ്റയിൽ മാറ്റിയിരിക്കുന്നത് എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് LDF ഉന്നയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് LDF പ്രദേശത്തേക്ക് ജനകീയ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CB അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നെയ്യാറ്റിൻകര കുളത്തൂർ സ്വദേശി അഖിൽ ആശംസകൾ നേരുന്നത് അമീൻ, അരവിന്ദ്, ഹർഷ്, സാന്ത്വന, അമൽ, അനിത, അമിത, ഒപ്പം
എല്ലാ കുടുംബാംഗങ്ങളിലും. അഖിലിന് ന്യൂസ് 18-ന്റെയും പ്രത്യേക പിറന്നാൾ ആശംസകൾ. കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷിച്ച മാളൂർ സ്വദേശി വിഷ്ണു ആശംസകൾ നേരുന്നത് ഭാര്യ നീതു, മകൻ, ഒപ്പം എല്ലാ കുടുംബാംഗങ്ങളും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കൊല്ലം കടയ്ക്കൽ സ്വദേശി പ്രതിഭ ആശംസകൾ നേരുന്നത് അച്ഛൻ പ്രദീപും അമ്മ വിനീതയും. അപ്പോൾ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.